PUCC ലേറ്റസ്റ്റ് വെർഷൻ പുകപരിശോധനയുമായി ബന്ധപ്പെട്ട പുതിയ പരിശോധനാ രീതിയെ സംബന്ധിച്ചാണ് ഈ വീഡിയോ. ഇതിനായി സാധാരണ പോലെ പരിവാഹൻ വെബ്സൈറ്റിൽ നിന്നും PUCC എന്ന മെനു എടുക്കുന്നു. അതിനകത്ത് PUC സെൻറ്റർ യൂസർ, നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കുന്നു. യൂസർ നെയിമും പാസ്വേഡും കൊടുത്തതിന് ശേഷം ക്യാപ്ച അടിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന വിൻഡോയിൽ ഒരു ഡൗൺലോഡ് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന ഒരു മെനു കാണാം. ഇതിനകത്ത് നിന്നും നിങ്ങൾക്ക് ആവശ്യമായ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആദ്യമായി ലോഗിൻ ചെയ്യേണ്ടത് നിങ്ങളുടെ പുകപരിശോധനാ കേന്ദ്രത്തിൽ തന്നെ വെച്ചായിരിക്കണം. നിങ്ങളുടെ മൊബൈൽ ലൊക്കേഷൻ അനുസരിച്ചാണ് നിങ്ങളുടെ കേന്ദ്രം എവിടെയാണെന്ന് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ലോഗിൻ ചെയ്യുന്നത് മറ്റൊരിടത്തായിരുന്നാൽ മറ്റു പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അതെന്താണെന്ന് അവസാനം പറയാം. പുകപരിശോധനയ്ക്കായി സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇഷ്യൂ PUCC എന്ന മെനു എടുത്തതിന് ശേഷം എക്യുപ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നു, വണ്ടി നമ്പർ അടിക്കുന്നു. എന്നതിന് ശേഷം മൊബൈൽ നമ്പർ അടിച്ചതിന് ശേഷം ക്യാപ്ചർ ബട്ടൺ കൊടുത്താൽ ഫോട്ടോ നോട്ട് ക്യാപ്ചേർഡ് പ്രോപ്പർലി എന്നാണ് എഴുതി കാണിക്കുന്നത്. ഈ വെബ് ക്യാമിന് പകരമായിട്ടാണ് നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. മൊബൈൽ ഫോണിനകത്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാഹനത്തിൻ്റെ ഡാറ്റ എല്ലാം എൻ്റർ ചെയ്തത് കൊണ്ട് തന്നെ കണക്റ്റ് എന്ന ബട്ടൺ കൊടുക്കുന്നതോടുകൂടി ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ എഴുതി കാണിക്കും. അങ്ങനെ എഴുതി കാണിച്ചതിന് ശേഷം മൊബൈൽ ഫോൺ എടുത്ത് സ്റ്റെപ്പ് 1 ആണ് കാണുന്നത്. ക്യാപ്ചർ കൊടുക്കുന്നു. രജിസ്ട്രേഷൻ നമ്പറിൻ്റെ ഫോട്ടോ എടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്താൽ ഒന്നാമത്തെ ഫോട്ടോ അപ്ലോഡാവും. രണ്ടാമതായി നിങ്ങളുടെ കേന്ദ്രത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ്, അതായത് വണ്ടിയും കേന്ദ്രവും കാണാവുന്ന രീതിയിലുള്ളൊരു ഫോട്ടോ എടുത്ത് ക്യാപ്ചർ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ 2 ഇമേജസ് ഡാറ്റാബേസിലേക്ക് കയറുന്നു. മൂന്നാമതായി ഒരു വീഡിയോ ആണ് എടുക്കേണ്ടത്. വീഡിയോ എടുക്കുന്നതിനായി അടുത്തത് വീഡിയോ ബട്ടൺ കാണാം. വീഡിയോയിൽ ഇതേപോലെ ക്യാപ്ചർ കൊടുക്കുന്നു, സബ്മിറ്റ് ബട്ടൺ കൊടുക്കുന്നതോടുകൂടി ഈ ഫോട്ടോ ക്യാപ്ചർ എന്ന സംഗതി അവസാനിക്കുന്നതോടുകൂടി ഇതിനകത്ത് സക്സസ് എന്ന് എഴുതി കാണിക്കുന്നു. അതായത് ഫോട്ടോ ക്യാപ്ചർ അവസാനിച്ചു. തുടർന്ന് നിങ്ങൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ക്യാപ്ചർ എന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി നിങ്ങളെടുത്ത 2 ഇമേജസും നമ്മുടെ സോഫ്റ്റ്വെയറിൽ കയറി വരുന്നതായിട്ട് കാണാം. തുടർന്ന് നിങ്ങളുടെ ഉപകരണം പ്രവർത്തിപ്പിച്ച് വാഹന പുക പരിശോധന നടത്തി ലൈവ് വാല്യൂ റിട്രീവ് കൊടുത്തു കഴിഞ്ഞ് കൺഫർമേഷൻ ഓക്കെ മെസ്സേജ് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുന്നതോടുകൂടി സേവും ചെയ്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ പുക പരിശോധിച്ചതിൻ്റെ ഡാറ്റ നമുക്ക് ലഭിക്കുകയും പ്രിൻ്റ് കൊടുത്താൽ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലാണ് പുതിയ വാഹന പുക പരിശോധനാ രീതി ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ഇത് സംസ്ഥാന വ്യാപകമായി ഉടൻ തന്നെ നടപ്പിലാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം നിങ്ങളെടുത്ത ഡാറ്റ വീണ്ടും പരിശോധിക്കണമെങ്കിൽ റിപ്പോർട്ട്സിനകത്ത് PUC ഹിസ്റ്ററി എടുത്തതിന് ശേഷം വണ്ടി നമ്പർ കൊടുത്ത് PUC ഡീറ്റെയിൽസ് എന്ന മെനു ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ വാഹനത്തിൻ്റെ പുക പരിശോധിച്ച ഹിസ്റ്ററി ലഭ്യമാവും. ഏറ്റവും അവസാനത്തെ ഡാറ്റ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെടുത്ത 2 ഇമേജസും കാണുകയും ഇടതുവശത്ത് താഴെയുള്ള വ്യൂ വീഡിയോ എന്ന ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി നിങ്ങളെടുത്ത വീഡിയോയും നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങളെടുത്ത വാഹന പുക പരിശോധനയുടെ വിശദാംശങ്ങളെല്ലാം ഏത് സമയത്തും നിങ്ങൾക്കും അധികൃതർക്കും പരിശോധിക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇതിനുശേഷം നിങ്ങളുടെ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ പുകപരിശോധനയ്ക്കായി ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടി 3 മൊബൈൽ ഫോണുകൾ വരെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. സിം ഇട്ട 3 മൊബൈൽ ഫോണുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 3-ലധികം അല്ലെങ്കിൽ ഒരു നമ്പർ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ സെൻഡർ മൊബൈൽ കോൺഫിഗറേഷൻ എന്ന മെനുവിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മൊബൈൽ നമ്പർ കാണിക്കുന്നതാണ്. അതിൽ റീസൺ എഴുതി ഡീആക്ടിവേറ്റ് ചെയ്യുന്നതോടുകൂടി ആ മൊബൈൽ നമ്പർ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഒഴിവായി പോകുന്നതാണ്. അങ്ങനെ ഒഴിവായി പോയാൽ പുതിയ മൊബൈൽ നമ്പറിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതോടുകൂടി ആ മൊബൈൽ നമ്പർ ഇതിനകത്ത് വീണ്ടും ആഡ് ആവുന്നതുമാണ്. ഇത്തരത്തിലാണ് മൊബൈൽ നമ്പറുകൾ ഒഴിവാക്കുന്നത്. മൊബൈൽ നമ്പർ ആഡ് ചെയ്യുന്നത് പുതിയ മൊബൈൽ ഫോൺ എടുത്ത് അതിനകത്ത് ലോഗിൻ ചെയ്ത് കണക്റ്റ് കൊടുക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ സെൻറ്ററിലേക്ക് ആഡ് ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്ഥാപനത്തിൽ ആദ്യമായി മൊബൈൽ ലോഗിൻ ചെയ്യുമ്പോൾ അത് സ്ഥാപനത്തിൽ വെച്ചല്ലാതെ ചെയ്തിരുന്നാൽ ലൊക്കേഷൻ മാറി ഡാറ്റാബേസിൽ കയറുന്നത് കൊണ്ട്
ഈ ലൊക്കേഷൻ മാറ്റിയാൽ മാത്രമേ നിങ്ങളുടെ ലൊക്കേഷനിൽ വീണ്ടും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ, ഫോട്ടോ എടുത്ത് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് അത്തരത്തിൽ ഉള്ള ഒരു സംഗതി സംഭവിച്ചാൽ അതത് RTOമാരെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് എന്നുകൂടി അറിയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് സംശയങ്ങളോ എന്തെങ്കിലും പരാതികളോ ഉണ്ടെങ്കിൽ അറിയിക്കാവുന്ന ഇമെയിൽ അഡ്രസ്സ് ഇതിന് താഴെയായി കൊടുക്കുന്നു.